ഹായ് ഫ്രണ്ട്സ്, ഒരു സങ്കടമുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ സിനിമ, ആ സിനിമയ്ക്ക് മമ്മൂട്ടി ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് ആ സിനിമയിൽ നിന്ന്. കാരണം ഇപ്പോൾ അറിയാൻ സാധിച്ചത് മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണം, കുടൽ ക്യാൻസറിൻ്റെ ആദ്യത്തെ ചെറിയ പ്രാഥമികമായിട്ടുള്ള ലക്ഷണം കണ്ടു തുടങ്ങി. അങ്ങനെ പുള്ളിയെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ്. ഇപ്പം ചെന്നൈയിലാണ്. അപ്പോളോയിലോട്ട് ഉടനെ തന്നെ മാറ്റും. ഉടനെ തന്നെ അതിൻ്റെ റേഡിയേഷനൊക്കെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഈ വാർത്തകളൊക്കെ വെറും തള്ളുകൾ മാത്രം, അല്ലെങ്കിൽ വെറും റൂമേഴ്സ് മാത്രമായി മാറണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിയുടെ പ്രായമൊക്കെ 73 വയസ്സൊക്കെ ആയി. എന്നാലും ഇപ്പോഴും യുവത്വം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മമ്മൂട്ടിക്ക്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ആരാധിക്കുന്ന ഒരു താരത്തിന് ഇതുപോലുള്ളൊരു അസുഖം വരുമ്പോൾ, അതിപ്പോൾ ഏത് താരമാണെങ്കിലും ഇത്രയും സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു അസുഖം വരുമ്പോൾ അത് ആരാധകർക്ക് എത്രമാത്രം വിഷമം വരും എന്നുള്ള കാര്യം ഇപ്പം ഞാനും അനുഭവിക്കുക. പുള്ളി എത്രയും പെട്ടെന്ന് തന്നെ രോഗം മാറി വീണ്ടും തിരിച്ച് MMNൻ്റെ ഷൂട്ടിങ്ങിലോട്ട് വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏപ്രിൽ 2ാം വാരത്തോടു കൂടി മമ്മൂട്ടി ജോയിൻ ചെയ്യും എന്ന് അവിടുത്തെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പം കുഞ്ചാക്കോ ബോബൻ്റെ ഷൂട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും 2 ആഴ്ച ഏപ്രിൽ 2ാം വാരം എത്തുമ്പോൾ മമ്മൂട്ടിയുടെ തിരിച്ചു വരവ് MMNലേക്ക് ഉണ്ടാകുമെന്നും അവിടുത്തെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചു. അപ്പം എല്ലാവരും ഫാനിസം മാറ്റിവെച്ച് മലയാളത്തിൻ്റെ മഹാനടന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും വേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രം മതി. കമൻറ്റ് പോലും വേണമെന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന, അത് ഏത് ഫാൻസ് ആയിക്കോട്ടെ, മോഹൻലാൽ ഫാൻസ് ആയിക്കോട്ടെ, മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും മമ്മൂട്ടിക്ക് വേണ്ടി ഉടനെ മമ്മൂട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് പുള്ളിയെ വീണ്ടും മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തിക്കേണ്ടത് ഒരു മലയാള സിനിമാ സ്നേഹി അല്ലെങ്കിൽ ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും കടമപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും പുള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫാൻസുകാർ പോലും ഫാനിസം വെച്ചുകൊണ്ട് മമ്മൂട്ടിക്ക് എന്തെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പറയാനുള്ളത്. അപ്പം നന്ദി, നമസ്കാരം.